അപ്പോൾ ടെസ്റ്റ് എടുക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രിപ്പറേഷൻ ഏതൊരു സ്റ്റേജിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നിങ്ങൾക്കറിയാം, എപ്പോഴായി കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഒരു PSC ടെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിരുന്ന് ആലോചിക്കും, ഇന്ന ഭാഗങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം മിസ്റ്റേക്കുകൾ അവിടെ ചെറിയൊരു കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻകറക്റ്റ് ഞാൻ കണ്ടില്ല, ഓക്കെ, അതല്ലെങ്കിൽ ഓപ്ഷൻസ് ഞാൻ പെട്ടെന്ന് വായിക്കാതെ ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇങ്ങനെ ഒരു ടെസ്റ്റ് കഴിയുന്ന സമയത്തായിരിക്കും ഒരുപാട് മിസ്റ്റേക്കുകൾ, ഇതും കൂടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉണ്ടാകുമായിരുന്നു എന്ന ഒരു റിയലൈസേഷൻ അതിന് ശേഷമായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ആ തരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാഡ് ഫീലിംഗ് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഈ ടെസ്റ്റ് എടുത്ത് പോകണം. ഓക്കെ, ഒരിക്കലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും വേണ്ടിയിട്ട് നല്ല എഫേർട്ട് ഉണ്ട്. പക്ഷേ അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ടെസ്റ്റ് എടുത്ത് പോകുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എനിക്ക് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ അയച്ചു തന്നാലല്ലാതെ പേഴ്സണലി എനിക്ക് നിങ്ങളുടെ മാർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രൈവസി സെക്യൂരിറ്റി സെറ്റിങ്സ് അങ്ങനെയാണ്. എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സെപ്റ്റ് നിങ്ങളുടെ മെയിൽ ID, ഫോൺ നമ്പർ, ഓക്കെ, ഈ കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക്, പേഴ്സണലായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾ ടെസ്റ്റ് എടുത്തോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതായത് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. നിങ്ങളുടെ ടെസ്റ്റോ മാർക്കോ അതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത ടെസ്റ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ, ഇപ്പോൾ PSC ഒക്കെ റാങ്ക് ലിസ്റ്റ് ഇടുന്ന പോലെ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ മുതൽ നിങ്ങളുടെ അടക്കമുള്ള ആൾക്കാരുടെ പേര് കാണണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അത് 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ടെസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ റാങ്ക് ലിസ്റ്റ് കിട്ടുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റ് പബ്ലിക്കായിട്ട് വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ അതേ ടെസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, സീക്രട്ടായിട്ട് അതും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ആ രൂപത്തിൽ നിങ്ങളെ കൊണ്ട് ടെസ്റ്റ് എടുപ്പിക്കുന്നത്, ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റൂ. അതുകൊണ്ടാണ്. ഓക്കെ, അതെ, അതായത് സത്യം പറഞ്ഞാൽ ആ ഒരു ടെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മൾ അതായത് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങളുടെ അനാലിസിസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര എണ്ണം ഇൻകറക്റ്റായി അൺആൻസർഡ് ആയിട്ട് കിടക്കുന്നത് എവിടെയാണ്. അപ്പം ആ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ എവിടെയാണ് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അൺആൻസർഡ് ആയിട്ട് വിടുന്നത് എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു മെത്തേഡ്, നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ടെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നതാണ്. ആ ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിങ്ങൾക്കത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അറ്റ്ലീസ്റ്റ് 500 ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 50 ടോപ്പിക്കുകൾ നിങ്ങളുടെ എക്സാമിനേഷനിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അത്രത്തോളം ഡിഫറെൻറ്റ് ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വരാത്ത രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം അത് യൂസ്ഫുൾ ആയിട്ട് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതൊരു റിവിഷൻ ആയിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് PSC എക്സാം ക്ലിയർ ചെയ്യണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടും വരുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഓക്കെ, യെസ്. ഇനി ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇന്ന് ഈ ഒരു ലൈവ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു ടെസ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ജസ്റ്റ് അത് നമ്മുടെ ലൈവ് തുടങ്ങിയ സമയത്ത് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, യെസ്. അപ്പം ഒന്ന് നിങ്ങളുടെ പഠനം, പ്രിപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ 1-2 കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഫസ്റ്റ് ടൈം നിങ്ങൾ എന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ, ഫസ്റ്റ് ടൈം എന്നെ നിങ്ങൾ കാണുന്നത് എവിടെയാണ്, ഏത് പ്ലാറ്റ്ഫോമിലാണ്, ഓക്കെ, അല്ലെങ്കിൽ ഏത് മീഡിയത്തിലൂടെയാണ് നിങ്ങൾ എന്നെ അറിഞ്ഞത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ചില ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ചാനലിലൂടെ തന്നെയായിരിക്കും അവർ ആദ്യമായിട്ട് അറിയുന്നത്. ഓക്കെ, ചില ആൾക്കാർ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിലായിരിക്കും. യെസ്, ശ്രീവിദ്യ, ഓക്കെ, PK-യിലായിരുന്നു. ഓക്കെ, യെസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഓക്കെ, യെസ്, തഫ്സി ഇംപീറ്റസ്, ഓക്കെ, യെസ്, KS റാങ്കറിൽ തന്നെയായിരുന്നു. ഓക്കെ, PK ലേണിങ്സ് ഉണ്ടായിരുന്നു. ഈ ചാനലിൽ കൂടെ തന്നെ അറിഞ്ഞു. ഓക്കെ, യെസ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് അറിഞ്ഞ ആൾക്കാരുണ്ടാവും. യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് അറിഞ്ഞത്. ഓക്കെ, യെസ്, ഫൈൻ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ലൈവ് വെക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ചാനൽ തന്നെ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ സമയത്ത്, ഓക്കെ, യെസ്,
ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ചാനൽ വെക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോംസിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് രൂപത്തിൽ ഇതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പം ഇന്ന് ഈ ഒരു ക്ലാസ് വെക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പേഴ്സണലി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് കണ്ട ഒരു വീഡിയോ ഞാൻ വീണ്ടും ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഇടയായി. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം എനിക്ക് പേഴ്സണലായിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ യൂട്യൂബിൽ മറ്റൊരാളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതായത് ആസ്പിരൻസ് അക്കാദമി, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആസ്പിരൻസ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെയാണ്. സോ അവർ PK എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, PK അവരെ പഠിപ്പിക്കാനുള്ള ആ ഒരു ഫോർച്യൂൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്, അതുല്യ. ഓക്കെ, പേരെനിക്ക് അറിയില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്, അതുല്യ. അപ്പം അതുല്യയുടെ ഒരു വീഡിയോയിൽ അവർ എൻ്റെ ഒരു പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ടു സം എക്സ്റ്റെൻറ്റ് PSCയുടെ ഫീൽഡിൽ കുറച്ച് കോൺട്രവേഴ്ഷ്യലായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു അത്. ബട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി, അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പം ഞാൻ വീണ്ടും ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് ഇടയായി. അപ്പോഴാണ് ഞാൻ ഇന്ന് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇരുന്ന് അതുല്യയുടെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇന്നാണ് കുറച്ചുകൂടെ സമയം എടുത്തൊന്ന് ജസ്റ്റ് കണ്ടത്. ഓക്കെ, അപ്പോൾ അതുല്യയുടെ ആ ഒരു വീഡിയോസ് ജസ്റ്റ് ഞാൻ സമയം കിട്ടിയ സമയത്ത് ബാക്കി ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആസ്പിരൻസ് അക്കാദമി, എനിക്കൊന്നും അങ്ങനെ തന്നെയാണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചാനലിൽ ജസ്റ്റ് അവരുടെ ഒരു ലൈഫ് ജേണി, PSCയുടെ ആ ഒരു ലൈഫ് ജേണി അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, PSCയുടെ ഒരു ലൈഫ് ജേണി അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2023 മുതൽ അങ്ങാണ്ടുള്ള വീഡിയോസാണ് ഞാൻ അവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ 2023 മുതൽ ഈ 2026 വരെയുള്ള 3 വർഷത്തെ അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ജേണി അവരവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു LDC, അതിനുശേഷം കേരള ബാങ്ക്, ഫൈനലായിട്ട് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ ലിസ്റ്റ്. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ ആ ഒരു ജേണി അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പല PSC ആസ്പിരൻസിൻ്റെ ജേണി എന്ന് പറയുന്നതും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിൽ അവർ പറഞ്ഞ ഒരു പോയിൻ്റ് എനിക്ക് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും മിസ് ചെയ്ത് പോകുന്ന ഒരു പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് അവർ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് അവർ കേരള ബാങ്കിൻ്റെ, എനിക്കൊന്ന് കേരള ബാങ്കിൻ്റെ തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് പോകുന്ന സമയത്ത്, അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ എക്സാക്ട്ലി എനിക്ക് ആ ഏജ് കൃത്യമായിട്ട് അറിയില്ല, 28 or 29 അത്ര എങ്ങാണ്ടായിരുന്നു. പക്ഷേ അവരുടെ കൂടെയുള്ള പല ആൾക്കാരുടെയും ഏജ് എന്ന് പറയുന്നത് 23, 24 അല്ലെങ്കിൽ അതിലും താഴെയൊക്കെയുള്ള ഏജിലുള്ള ആൾക്കാർ PSC ക്ലിയർ ചെയ്തുകൊണ്ട് ആ ഒരു പോസ്റ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞൊരു കാര്യം വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യ കാലങ്ങളിൽ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് LDC പോലെയുള്ള എക്സാമിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ PSC ആസ്പിരൻസ് ആണ്. അപ്പോൾ നിങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത് ഇതുപോലെ LDC പോലെയുള്ള എക്സാമുകൾക്കൊക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ PSCയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമിനേഷൻ കഴിഞ്ഞാൽ, അതായത് LDC എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അടുത്ത LDC വരുമ്പോഴേക്കും 3 വർഷത്തെ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. 3 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു LDC മിസ്സായി കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷത്തെ ആ ഒരു അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിൽ നമ്മുടെ പേര് വരില്ല. വീണ്ടും 3 വർഷം കഴിഞ്ഞ് വീണ്ടും ആ ഒരു ലിസ്റ്റ് വരുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ 3 മുതൽ 4 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 23 അതുപോലെ തന്നെ 28 ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പാണ്. ഏകദേശം ഒരു 3 വർഷത്തെ ഗ്യാപ്പ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് പഠിച്ച ആ ഒരു എക്സാമിനേഷന് വരും. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പല ആൾക്കാരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ച സമയത്ത്, ടെക്സ്റ്റ് അയച്ച സമയത്ത്, പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ അത് കഴിഞ്ഞ് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് എഫേർട്ട് ഇട്ടു, അതിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എക്സാമിനേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അതോട് കൂടിയിട്ട് ഒരുപാട് ഡൗൺ ആയിട്ട് പോയി, വീണ്ടും കയറി വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 10th ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ LDC, അതല്ലാന്നുണ്ടെങ്കിൽ ലാബ് അസിസ്റ്റൻറ്റ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമിന് ഞാൻ 100% കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്ന് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഗ്യാപ്പ് വന്നു പോയി എന്നുള്ളത്. ഓക്കെ, ഒരു ഗ്യാപ്പ് വന്നു പോയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരോടാണ് എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്. ഈ 2 കാറ്റഗറി, ഓക്കെ, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ജോബാണ് ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ട് കളയരുത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് വന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ പഠനം ഇനിയും വൈകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, വൈകരുത്. കാരണം അങ്ങനെ നിങ്ങൾ വൈകി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇവിടെ ഒരു ലൂപ്പിൽ അകപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. കാരണം ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഫെയിലിയറിൽ നിന്ന്
നിന്ന് നിങ്ങൾ ഇനിയും കര കയറാൻ വേണ്ടിയിട്ട് ഇനിയും ടൈം എടുത്തിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ആ പാസ്റ്റിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അടുത്ത കമ്പനി ബോർഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അതല്ലെങ്കിൽ നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അപ്പം എനിക്ക് പേഴ്സണലി അറിയാം ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സപ്ലി ലിസ്റ്റിലായിട്ടും അതല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ ഇപ്പോൾ ഒരു 800 അല്ലെങ്കിൽ ഒരു 700 റാങ്കിലൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരൊന്ന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ അവർക്ക് കിട്ടും. പക്ഷേ ഈ പറയുന്ന ലിസ്റ്റിൽ ഇത്രയായിപ്പോയി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവരുടെ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കുന്നില്ല. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്ന ഒരാൾക്ക് കമ്പനി ബോർഡ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് ലിസ്റ്റിൽ വരാൻ ഒട്ടും പ്രയാസം ഉണ്ടാവില്ല. ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മതി. പക്ഷേ ഈ ഫെയിലിയറിൽ ആലോചിച്ചിരുന്നിട്ട് അടുത്ത കമ്പനി ബോർഡ് വരുന്ന സമയത്ത് ചിലപ്പം സപ്ലി ലിസ്റ്റിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരണമെങ്കിൽ 2-3 വർഷം വീണ്ടും നമ്മൾ കാത്തിരിക്കണം. പഠിക്കേണ്ട സബ്ജക്റ്റുകൾ മാറുന്നുണ്ട്. അത് നമുക്ക് നൽകുന്ന മെൻ്റൽ സ്ട്രെസ്സ്, ഫിസിക്കൽ പെയിൻ ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഓൾറെഡി നിങ്ങളിപ്പോൾ എന്ത് ചെയ്തു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിന് വേണ്ടിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് എഫേർട്ടുകൾ നിങ്ങൾ ഇട്ടു. ഇനി കമ്പനി ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ചിലപ്പോൾ അവിടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരിക്കും. അതെല്ലാം വീണ്ടും പഠിച്ച് വീണ്ടും നിങ്ങൾ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു സൈക്കിളിൽ വീണ്ടും നിങ്ങൾ പെട്ടു പോകുന്നതിനുള്ള ഒരു കാരണം നിങ്ങൾക്ക് ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾ റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് നിങ്ങൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഈ പറഞ്ഞ അതുല്യ ആ ഒരു പെൺകുട്ടി പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റ് അതാണ്. അതായത് ഈ ഒരു LDCയിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് അടുത്ത LDCയിലേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ആ ഒരു 3 വർഷത്തെ ഗ്യാപ്പ് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഒരു 3 വർഷത്തോളം ഒരു ജോലി ഇല്ലാതെ വീണ്ടും പഠനം എന്ന് പറയുന്ന ഒരു ഫൈനാൻഷ്യലി മറ്റുള്ളവരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഒരാൾക്ക് 3 വർഷം ജീവിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റി, അത് ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ഏത് എക്സാമിനേഷൻ ആയിക്കോട്ടെ, അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. ഈ പാസ്റ്റിൽ ജീവിക്കുന്നത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിർത്തുക. എസ്പെഷ്യലി സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ സപ്ലി അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരോടാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 48 അല്ലെങ്കിൽ ഒരു 47 മാർക്കൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ജോബ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും ചിലപ്പോൾ നിങ്ങൾ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അത് ഇതൊരു റിയാലിറ്റിയാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയുന്നതല്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആസ് ഏർലി ആസ് പോസിബിൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, 2 കാര്യങ്ങൾ. ഒന്ന്, പാസ്റ്റിൽ ജീവിക്കരുത്. രണ്ടാമത്തത്, ഫ്യൂച്ചറിൽ ജീവിക്കരുത്. ഫ്യൂച്ചറിൽ ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പഠിക്കാൻ ഇരുന്നിട്ടുണ്ടാവും, പക്ഷേ പഠിക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കില്ല ചിന്തിക്കുന്നത്. ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഫ്യൂച്ചറിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലും അതുപോലെ തന്നെ പാസ്റ്റിലും ജീവിക്കരുത്. പ്രസൻറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രസൻറ്റിൽ എന്താണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എന്താണോ നിങ്ങളുടെ ടാർഗറ്റ്, അവിടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യരുത്, പാസ്റ്റിലേക്ക് നിങ്ങൾ പോകരുത്. ഓക്കെ, ഈ കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ അർജൻറ്റായിട്ട് പറയാനുള്ളൊരു കാര്യം. ഓക്കെ, യെസ്, അതായത് ഫസ്റ്റ് ടൈമാണ് എന്ത് ചെയ്യുന്നത് ഇത്രയധികം ഡിഗ്രി എക്സാമിനേഷൻസ് ഒരുമിച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വരുന്ന ഓരോ മേഖല ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോ മേഖല ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വീക്ക്നെസ് വരുന്ന മേഖല ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ആയിട്ട്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, ഓക്കെ, ആ എക്സാമിനേഷന് ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS രണ്ടും ഒരുമിച്ച് പഠിക്കുക. കാരണം രണ്ടും പാരലലായിട്ടാണ് വരുന്നത്. രണ്ടിനും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടിനും എന്ത് ചെയ്യുക, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതല്ല, അത്യാവശ്യം നിങ്ങളൊരു വെറ്ററൻസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻറ്റിനൊക്കെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും പറ്റുമെന്നുണ്ടെങ്കിൽ നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് നല്ല ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒന്നാണ് നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അതിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ പോസ്റ്റിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ട. ഓക്കെ, അതായത് ചിലപ്പോൾ ഒരു 7-10 പോസ്റ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാക്സിമം നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിനെക്കുറിച്ചിട്ടല്ല നിങ്ങൾ കൺസേൺ ആവേണ്ടത്. ഈ പറയുന്ന നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആ ജോബ് കിട്ടിയാൽ നല്ലത്. ഓക്കെ, ഏകദേശം 55,000-ലധികം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് പേ വരുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിനേക്കാളും അറ്റ്ലീസ്റ്റ് 16,000 രൂപ കൂടുതലാണ്. അതുപോലെ തന്നെ LSGSനെ കമ്പയർ ചെയ്യുന്ന സമയത്തും ഏകദേശം ഒരു 3,000-ലധികം രൂപ അധികം വരുന്ന ഒരു പോസ്റ്റാണ് നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് ആ ഒരു പോസ്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി അഥവാ ഇത് കിട്ടിയിട്ടില്ലെങ്കിലും ഇതിന് തൊട്ട് താഴെയുള്ള ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങളൊരു മോട്ടിവേഷനായിട്ട് ഇതിന് നമ്പർ കുറവാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്, അത് തന്നെ കിട്ടണം എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു പുഷ് ഫാക്ടറിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഒരിക്കലും ഈ ഒരു പാസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ജീവിക്കരുത്. ഓക്കെ, അതാണ് നമ്മുടെ ലൈക്ക് PSCക്ക് പഠിക്കുന്ന പല ആൾക്കാരുടെയും ഒരു ഫെയിലിയറിന് കാരണമാകുന്നതും ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ഒരു ലാർജ് ഗ്യാപ്പ് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നതും ഈ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളും പെട്ടെന്ന് ഒരു ദിവസം എക്സാമിന് വന്നിട്ട് അങ്ങനെ എഴുതിയിട്ട് ക്ലിയർ ചെയ്ത് പോകുന്നതല്ല. പല ആൾക്കാരും ആദ്യമായിട്ട് എത്തി PSC എങ്ങനെയാണ്, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, ഓരോ എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്താണ് എന്നറിയാതെ കുറച്ച് സമയം വട്ടം കറങ്ങി അവസാനം അവർക്കൊരു ഐഡിയ കിട്ടി, ഒരു കച്ചിത്തുരുമ്പിലെത്തി, അവിടുന്ന് പിന്നീട് പതുക്കെ അങ്ങനെ കയറി വരുന്ന ആൾക്കാരാണ്. അപ്പോഴേക്കും ഈ പറയുന്ന പോലെ തന്നെ 30+ ഇയേഴ്സ് ആയിട്ടുണ്ടായിരിക്കും. ജീവിത പ്രാരാബ്ദവും അതുപോലെ തന്നെ വയസ്സും പ്രായവും ആരോഗ്യം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പിന്നീട് ഇവിടെ എത്തുന്നതോട് കൂടിയിട്ട് അവർക്ക് പിന്നൊരു എക്സാമിനേഷനോ പിന്നൊരു യവനോ ഇല്ലാതെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ഒരു പ്രവർത്തനം അവസാനിപ്പിക്കുന്ന രൂപത്തിലേക്കാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു എക്സാമിനേഷൻ നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫിസിക്കൽ ഉണ്ട്, ഓക്കെ, നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഓടാനും ചാടാൻ അങ്ങനത്തെ ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SI അതല്ലെങ്കിൽ ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ പോലെയുള്ള പോസ്റ്റുകളിലേക്ക് നോക്കാം. കാരണം ഇവിടെ ഈ പറയുന്ന ഫിസിക്കൽ ഉള്ളത് കൊണ്ട് കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കുറവാണ്. ഇവിടുത്തെ ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് PSCയിലേക്ക് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡ് ഇപ്പം അതിൻ്റെ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ LSGS, ഓക്കെ, ഈ പറയുന്ന LSG, ഇത് രണ്ടിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഇനി അതല്ല ജനറലായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ VFA അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അതല്ല അത്യാവശ്യം നല്ല വെറ്ററൻസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റ് അത് തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അത്യാവശ്യം നിങ്ങളൊരു 3+ ഇയേഴ്സ് ആയിട്ട് നിങ്ങൾ PSC പഠിക്കുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ എഴുതി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് തന്നെ ടാർഗറ്റ് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ടെസ്റ്റ്, ആ ടെസ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 80+ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, വെറ്ററൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി ഈ പറയുന്ന നാഷണൽ സേവിങ്സ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, സിറ്റുവേഷൻസ്, സാഹചര്യം, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഇതെല്ലാം മനസ്സിലാക്കി ഒരു എക്സാമിനേഷനിൽ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, അതിന് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. അതേസമയം ഈ ഒരു എക്സാം മാത്രം എഴുതാമെന്നല്ല പറയുന്നത്, ബാക്കി എല്ലാ എക്സാമിനേഷനും എഴുതിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സർവീസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് കാരണം എന്നുള്ളതും അത് നിങ്ങൾക്കിപ്പോൾ അറിയായിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നുള്ളത്, ദർ ഇസ് ഓൺലി വൺ ആൻഡ് ഓൺലി റീസൺ, അത് AI ആണ്. ഓക്കെ, AI എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ആ ഒരു ഗ്യാപ്പ് വരും. ഇപ്പോൾ ഈ പറയുന്ന പോലെ UPSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു ഫെയിലിയറിൽ നിന്ന് ഓവർകം ചെയ്ത് വരുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പനി ബോർഡിന് പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അവരവരുടെ പഠനം ഓൾറെഡി പകുതിയാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വീണ് കിടക്കുന്ന ആൾക്കാർ വീണ്ടും റിക്കവർ ചെയ്ത് വരുന്ന സമയത്ത് ഇവരുടെ ഒപ്പം ഓടിയെത്താൻ വേണ്ടിയിട്ട് അത് ടൈം എടുക്കും. അപ്പം ഈ ഫെയിലിയർ എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ച കാര്യമാണ്. ഓക്കെ, സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അതുല്യയുടെ കേസ്, അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ എക്സാമിനേഷൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് ലിസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ ഒരുപാട് എക്സാമിനേഷനിൽ ചിലപ്പോൾ അവർ ആഗ്രഹിച്ച ഫെയിലിയർ ആയിട്ടുള്ളതുണ്ടാവും. പക്ഷേ അവസാനം അവരുടെ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ എത്രത്തോളം ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സാധാരണ നമ്മൾ ഈ ഫെയിലിയറിന് അല്ലെങ്കിൽ ഫെയിൽ എന്നുള്ളതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ആ ഫെയിലിയർ എന്ന് പറയുന്നത്, അതായത് തളർന്നു പോകുന്നതോ വീണ് പോകുന്നതോ അല്ല ഫെയിലിയർ, അവിടെ നിന്ന് ഉയർന്നു വരാത്തതാണ് ഫെയിലിയർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഫെയിലിയറിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അത് നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൻ്റെ പുറകിൽ നിന്ന് കൊടുക്കരുത്. അവിടുന്ന് പതുക്കെ കയറി വരാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിന് ചിലപ്പം കുറച്ച് ടൈം എടുക്കുമായിരിക്കും, ബട്ട് ആ ടൈം ഏറ്റവും കുറവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഒരുപാട് സമയം എന്ത് ചെയ്യരുത്, ഈ പെയിനിൽ നിന്ന് ഞാനിപ്പം സെക്രട്ടേറിയറ്റിന് ഒരുപാട് പ്രിപ്പയർ ചെയ്തു അല്ലെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്ത്, ഞാൻ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു എക്സാം മാത്രം എഴുതി പറയുന്നതല്ല കേട്ടോ, ജനറലി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് സീരിയസ് ആയിട്ടുള്ള എക്സാം ഉണ്ടാവും. അങ്ങനെ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫെയിലിയറും മനസ്സിൽ വിചാരിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മിസ്സായിട്ട് പോകും. അപ്പോൾ വീണ്ടും ഈ പറയുന്ന ആ സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷനിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അതായത് സാധാരണ സംഭവിക്കേണ്ടത് ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും കയറി വരികയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു ഫെയിലിയറിൽ നിന്ന് കയറി വരാൻ കുറേ സമയം എടുത്തു, പിന്നെ കയറാൻ നോക്കി വീണ്ടും ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷനിലേക്ക് നേരെ താഴോട്ടേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങൾ കയറി വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവരത് സക്സസ്സിലേക്കായിരിക്കും, ഇങ്ങനെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് ഫെയിലിയറിലേക്കായിരിക്കും.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു റിക്കവറി, നിങ്ങളുടെ PSCയിലേക്കുള്ള തിരിച്ചുവരവ്, സീരിയസ് ആയിട്ടുള്ള പഠനം എന്നുള്ളത് ഇനിയും നിങ്ങൾ എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പം ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണെങ്കിൽ അത് സെക്കൻഡ് ഫേസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും 100 ദിവസത്തിൽ കൂടുതൽ ഇനിയും നിങ്ങൾക്കുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന 100 ദിവസം കൊണ്ട് സിലബസ് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ, നല്ല മാർക്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ 100 ദിവസം കൊണ്ട് ടാർഗറ്റ് ചെയ്യേണ്ടത് 2 ദിവസത്തിൽ 1 മാർക്ക് കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ക്ലോസ് ആയിട്ടില്ല. ഓക്കെ, അതായത് ഈ പറയുന്ന 2 മാർക്ക് ഒരു ദിവസം, അതായത് 2 ദിവസം നിങ്ങളിരുന്ന് പഠിക്കുകയാണ് 1 മാർക്കിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എടുത്ത് നോക്കുക എവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുക, പാർലമെൻറ്റിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, DPSP ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1 മാർക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പോലും ഈ 100 ദിവസം 2 ദിവസം കൊണ്ട് 1 മാർക്കിന് നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും ഈസി ആയിട്ട് 50+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ 50+ മാർക്കിന് മുകളിലേക്ക് കട്ട് ഓഫ് പോകാൻ സാധ്യത കുറവാണ്. കാരണം കമ്പനി ബോർഡ് എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം, അതിൻ്റെ വേക്കൻസി കൂടുതലാണ്, 10 ഇരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരെ എടുക്കും. അങ്ങനെയാണെങ്കിൽ പോലും ഏകദേശം ഒരു 40,000-ലധികം ആൾക്കാരെ എടുക്കണം. അങ്ങനെയാണെങ്കിലും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 50-ൻ്റെ താഴെ മാത്രമേ വരൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് ഏറ്റവും ഡിസ്റ്റൻ്റ് ആയിട്ട്, അതായത് നിങ്ങളുടെ ഏറ്റവും ലീസ്റ്റ് പെർഫോമൻസ് ഇടുന്ന സമയത്തുള്ളത് പോലെയാണ്. പക്ഷേ ലീസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ്, അതായത് അരമണിക്കൂർ ഇന്ന് പഠിച്ച് നാളെ പഠിച്ച് അങ്ങനെയല്ല. നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂർ പെർ ഡേ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും 2 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡൗൺ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. എസ്പെഷ്യലി ഇപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, എല്ലാവരോടും കൂടെ പൊതുവായിട്ടാണ് പറയുന്നത്, ഡൗൺ ആവാൻ നിൽക്കരുത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഈ AI എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിലെ ജോബ് മുഴുവൻ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലും കൂടെ ജസ്റ്റ് ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യാണ്. കാരണം എൻ്റെ ഒരു ടീച്ചറും കൂടെ ആയിരുന്നു, എൻ്റെ ഒരു ടീച്ചർ, എൻ്റെ ഒരു മെൻറ്ററും കൂടെ ആയിരുന്നു ഉമർ അബ്ദുസ്സലാം എന്ന് പറയുന്നത്. ഓക്കെ, ഉമർ അബ്ദുസ്സലാം എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള അതായത് അദ്ദേഹം മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് AI ഫീൽഡിലേക്ക് വരുന്ന മാറ്റങ്ങളാണ്. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പലപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ AI ഫീൽഡിൽ വരുന്ന മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാലം മുമ്പേ ആ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസിൽ വന്ന സമയത്ത്. അപ്പം അതിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AI തന്നെ AIനെ ട്രെയിൻ ചെയ്യിക്കുന്ന 4th ഫേസിലേക്ക് നമ്മുടെ AI റവല്യൂഷൻ എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, 4th ഫേസിലേക്ക് നമ്മൾ ഇപ്പം ജീവിക്കുന്ന, നിങ്ങളിപ്പോൾ ChatGPT അതല്ലെങ്കിൽ വേറെ ജെമിനിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ജനറേഷനോ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷനോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ AI റവല്യൂഷൻ ഇപ്പോഴും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അതായത് 4th റവല്യൂഷൻ കഴിഞ്ഞ് 5th ജനറേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, AI സ്റ്റേറ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ ഈ ഫീൽഡിലേക്ക് എൻ്റർ ആകുന്നത്. അങ്ങനെ എൻ്റർ ആകുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് കോൾ സെൻറ്റർ സർവീസസ് മാക്സിമം 1 വർഷം കൂടെ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കോൾ സെൻറ്റർ സർവീസസ് ഒന്നും ഉണ്ടാവില്ല. TCSലൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കോൾ സെൻറ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയില്ലാത്ത സാഹചര്യം കൂടാണ്. ജോലിയില്ലാത്ത സാഹചര്യം വരുന്ന സമയത്ത് സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത് ആൾക്കാരുടെ ഏറ്റവും ഡയർ ഡിമാൻഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെയർ ഡിമാൻഡായിട്ട് അത് മാറുന്നതായിരിക്കും. എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലി വേണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത PSC എക്സാമിനേഷനിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ആയിരിക്കും. ഓക്കെ, എക്സ്ട്രീം ലെവൽ കോമ്പറ്റീഷൻസ്, ചരിത്രം കാണുന്ന ഏറ്റവും വലിയ കോമ്പറ്റീഷനിലേക്കായിരിക്കും ഇനി ഇത്തരത്തിലുള്ള ഗവൺമെൻറ് സർവീസിലേക്ക് പോകുന്നത്. ഇനി ഗവൺമെൻറ് സർവീസിലേക്ക് പോകുന്ന സമയത്തും ഗവൺമെൻറ്റും ഓട്ടോമേഷൻ്റെ പാതയിലാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ AI സബ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ. അപ്പോൾ ഇതുപോലെ ഗവൺമെൻറ്റും ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡുകളൊക്കെ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറയാനുള്ള സാധ്യത വളരെയധികമാണ്. ഓക്കെ, സാധ്യത വളരെയധികമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മിസ് ചെയ്യരുത്. അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും സിറ്റുവേഷൻ കുറേ കൂടെ വേഴ്സ് ആവുള്ളൂ. ഒന്ന്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും ഒരു ലോങ് പീരീഡ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്, കോമ്പറ്റീഷൻ കൂടുതലായിട്ട് വരും. ഇനി ഈ ഗവൺമെൻറ് ജോബ് അല്ലാതെ ഒരു പ്രൈവറ്റ് സെക്ടർ ജോബിലേക്ക് പോവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ ജോബ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം AI സിസ്റ്റം വരുന്ന സമയത്താണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത്. ഓട്ടോമേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, അത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹ്യൂമൻ്റെ ആവശ്യം വരുന്നില്ല. മുമ്പ് അങ്ങനെയായിരുന്നില്ല. കമ്പ്യൂട്ടറോ ബാക്കി കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഹ്യൂമൻസ് അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ AI വരുന്ന സമയത്ത് റീപ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. അതിന് മുമ്പൊക്കെ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു, അതായത് മാറ്റങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതോട് കൂടിയിട്ട് ആൾക്കാരെ അല്ലെങ്കിൽ ആളുകളുടെ സാന്നിധ്യം ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. എസ്പെഷ്യലി ഈ 4th ജനറേഷനിൽ ട്രാൻസ്ഫോമും കൂടെ കഴിഞ്ഞാൽ, അതായത് AI തന്നെ AIനെ ട്രെയിൻ ചെയ്യണം. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പം നമ്മൾ ഡാറ്റ കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്നും AIനെ ട്രെയിൻ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ പിന്നെ ജോബിൻ്റെ കേസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി റോങ് ആയിരിക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കൺസിസ്റ്റൻസിയാണ് ആ ഒരു സക്സസ്സിലേക്കുള്ള കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ക്രാഷ് ആയിട്ടുണ്ട്. ഓക്കെ, മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $3 ബില്യൺ ക്രാഷ് ഒരൊറ്റ ദിവസം സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ബിസിനസ്സിലെ ലോവർ ലെവൽ, മിഡ് ലെവൽ ആയിട്ടുള്ള ജോബുകളെ മുഴുവൻ റീപ്ലേസ് ചെയ്യുന്ന പുതിയ പ്ലഗിനുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലഗിനുകളായാലും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് AI സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ AI സിസ്റ്റം അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം ഈവൻ ചില മേഖല എന്ന് പറഞ്ഞത് ഫൈനാൻഷ്യൽ ആയിരുന്നു. ഓക്കെ, ഫൈനാൻഷ്യൽ ലീഗൽ മേഖലകളൊക്കെ ആയിരുന്നു കുറച്ചുകൂടെ AI പ്രൂഫായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ മേഖലകളിലേക്ക് AI പ്ലഗിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ മേഖലയിലേക്കും ലീഗൽ മേഖലയിലേക്കും AI പ്ലഗിൻ വന്നതോട് കൂടിയിട്ട് ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രാഷ് അവിടെ ഉണ്ടായി. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്രാഷ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഏകദേശം $2 ബില്യൺ ക്രാഷ് ഒറ്റ ദിവസം സംഭവിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടതായിട്ട് വന്നു. കമ്പനികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കമ്പനികൾക്ക് കോസ്റ്റ് കട്ട് ചെയ്യണം. കാരണം കോമ്പറ്റീഷനിൽ വരുന്ന കമ്പനികൾ ഈ രൂപത്തിൽ AI പ്ലഗിൻസ് യൂസ് ചെയ്തിട്ട് അവർ മുഴുവൻ ഓട്ടോമേഷൻ ചെയ്യാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പുറത്തുള്ള കമ്പനി എന്ത് ചെയ്യും, ജോലിക്കാരെ പിരിച്ചുവിട്ടിട്ട് AI ഓട്ടോമേഷൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സിസ്റ്റം മാറുന്നതിനനുസരിച്ചിട്ട് പ്രൈവറ്റ് സെക്ടറിലേക്ക് ഒരു എൻട്രി ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഡിഗ്രി എന്താണ്, ആ ഡിഗ്രി വെച്ചുകൊണ്ട്, കാരണം നിങ്ങളുടെ ആ ഡിഗ്രി വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഇന്ന് AIക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് AIക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അതോട് കൂടിയിട്ട് പ്രൈവറ്റ് സെക്ടറിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഇനി അഥവാ നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും എത്ര കാലത്തേക്ക് ആ ജോലി നിങ്ങൾക്ക് തുടരാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. നാളെയോ മറ്റന്നാളോ നിങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാം. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലീറ്റ്ലി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അറ്റ് ദ ഏർലിയസ്റ്റ് ഒരു ഗവൺമെൻറ് ജോബിലേക്ക് നിങ്ങൾ കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കൊരു ഞാൻ പറയുന്നത് ഒരുപാട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ടോപ്പിലേക്ക് പോകാം എന്നൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്കൊരു സേഫ്റ്റി നെറ്റായിട്ട് അത് ആക്ട് ചെയ്യും. ഓക്കെ, ഒരു സേഫ്റ്റി ആയിരിക്കും, നിങ്ങൾക്കൊരു ജോലി കിട്ടി, ഒരു സുരക്ഷിതത്വ ബോധം ലൈഫിലുണ്ടായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റ് പ്രതിസന്ധികളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോഴത്തെ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പണം അല്ലെങ്കിൽ മണി ആയിരിക്കും. ഓക്കെ, ചില ആൾക്കാർ ഫിലോസഫിക്കലി പറയാറുണ്ട് മണി കനോട്ട് ബൈ എവറിത്തിങ്, പണത്തിന് എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന്. പക്ഷേ എന്ത് സാധനം വാങ്ങിക്കണമെങ്കിലും പണം തന്നെ വേണം എന്നുള്ളൊരു ഫിലോസഫിയും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു പണം, ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ്, ഈ കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സർവീസാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സീരിയസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇന്ന് കാണുമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്നും ഇപ്പോഴും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. മെയിൻസ് എക്സാമിനേഷൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അറൗണ്ട് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്തേക്കാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇന്നഫ് സമയം വരുന്നുണ്ട്. മെയിൻസിലേക്കൊക്കെ സീരിയസ് ആയിട്ട് നല്ല റാങ്കിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ കമ്പനി ബോർഡിലേക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി കമ്പനി ബോർഡ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയും അവിടെ കിടപ്പുണ്ട്. അപ്പം ഏത് ജോലി കിട്ടുന്നുള്ള പകൽക്കിനാവ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പകൽക്കിനാവ് കാണുന്നത്, അങ്ങനത്തെ ജോലി കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട. കാരണം ജോലി കിട്ടിയിട്ടില്ല. ഇനി കഴിഞ്ഞ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നതിനർത്ഥം ഇനിയൊരു ജോലി നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല. നിങ്ങൾക്കുള്ള ഒരു ജോലി, ഒരു പോസ്റ്റ് അവിടെ ഉണ്ട്, ആ പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയിട്ടല്ല ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ, ഇപ്പം എൻ്റെ കേസ് ചിലപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും. അപ്പോൾ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടേക്ക് ഞാൻ എത്തും ഇല്ല എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ അടുത്ത വർഷം, അതിനടുത്ത വർഷം ചിലപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് കിട്ടും, കിട്ടാതിരിക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതുപോലെയാണ് എല്ലാവരുടെയും, അതായത് നമ്മൾ ലൈഫിൽ ചില കാര്യങ്ങൾ ടാർഗറ്റ് ചെയ്ത് പോകും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഉമർ അബ്ദുസ്സലാം, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം എന്ന് പറയുന്നത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മെൻറ്ററായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എയ്ഫർ. ഓക്കെ, എയ്ഫർ എന്ന് പറഞ്ഞിട്ട് നെറ്റ് കോച്ചിങ് കൊടുക്കുന്നതാണ്. ഓക്കെ, അതായത് അനീസ്. ഓക്കെ, അനീസ് സാറാണ്
അപ്പം അദ്ദേഹവും ഈ പറയുന്ന പോലെ തന്നെ എൻ്റെ മെൻറ്ററായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫാക്കൽറ്റി, എൻ്റെ ഒരു ടീച്ചറായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അപ്പം ഇവരാരും UPSCയിലേക്കല്ല പോയത്, മറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു ബിസിനസ്, ചെറുതെന്ന് ഞാൻ പറയില്ല, കാരണം A4 ഒക്കെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്ന നെറ്റ് കോച്ചിങ്ങിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം അവർ മറ്റൊരു ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് അവരെത്തിപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഈ രൂപത്തിലേക്ക് ഡിഫറെൻറ്റ് ഫീൽഡിലേക്കായിരിക്കും ചിലപ്പോൾ ആൾക്കാർ എത്തുന്നത്. ബട്ട് അവരുടെ ഡ്രീം അതായിരുന്നില്ല, ഒരു ഡിഫറെൻറ്റ് ഡ്രീമിലായിരുന്നു അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ലൈഫിലും നിങ്ങൾ എത്തിപ്പെടുന്നത് മറ്റൊരു ഡ്രീമിലായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി, ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഗവൺമെൻറ് സർവീസിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് സീരിയസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിന് എന്താണോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, നിങ്ങളുടെ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് ആ വീക്ക്നെസ് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും പഠനം എന്ന് പറയുന്നത് സിലബസ് മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ ഒരു റാങ്ക് ഫയൽ എടുത്ത് വെച്ച് ആദ്യം ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് വരെ പഠിക്കുകയല്ല വേണ്ടത്. ഓക്കെ, ഒരിക്കലും അതല്ല സ്മാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങളൊരു റാങ്ക് ഫയൽ ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ വായിച്ചതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് PSC കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എവിടെയാണ് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ, അത് അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ്റെ ആദ്യത്തെ പറഞ്ഞത്. നിങ്ങൾ പോയിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് എടുക്കൂ. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, 1 അല്ല 5 ടെസ്റ്റ് നിങ്ങൾക്കുണ്ട്. അത് കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ 2 ആഴ്ചത്തെ ഇൻ്റർവെല്ലുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഓരോ കൃത്യമായിട്ടുള്ള ഫോൾട്ടുകൾ മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വിൻഡോ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന 5 ഫുൾ ലെങ്ത് ടെസ്റ്റ്, ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത് ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ ചാർജ് ചെയ്തിട്ട് ഓക്കെ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് വിൽക്കായിരുന്നു. ബട്ട് ഇത് എല്ലാവർക്കും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ, സീരിയസ് ആയിട്ട് പഠിക്കുന്ന, ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മാറി ചിന്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ് അത് കംപ്ലീറ്റ്ലി എല്ലാവർക്കും ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പോയിട്ട് ടെസ്റ്റ് എടുക്കുക. എന്നിട്ട് ടെസ്റ്റ് എടുത്തിട്ട് അതിലെ മാർക്ക് നോക്കിയിട്ട് അതിന് ഡിപ്രസ് അടിച്ചിരിക്കരുത്. ഇതിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡിപ്രഷൻ അടിക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകരുത്. അതിനല്ല നിങ്ങൾക്ക് ടെസ്റ്റ് തന്നത്. ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അതിൽ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്, ആ കാര്യം നിങ്ങൾക്ക് അനാലിസിസ് കിട്ടും. ആ അനാലിസിസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ ആക്യുറസി എത്രയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ടാർഗറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യണം. ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങളുടെ അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസും റോങ് ആൻസേഴ്സും അത് ഓരോ പ്രാവശ്യവും കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ശ്രമിക്കേണ്ടത്. അങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് അനാലിസിസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, ഒരിക്കലും ടെസ്റ്റ് എടുത്ത് അതിൻ്റെ ആൻസേഴ്സ് നോക്കി ആൻസർ കീ നോക്കിയിട്ട് പോവല്ല ചെയ്യേണ്ടത്. ആ ടെസ്റ്റ് എടുത്തതിൻ്റെ പർപ്പസ് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടിയിട്ടാണ്, മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ആ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് നിങ്ങൾ നോക്കി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സയൻസ്, ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം റാങ്ക് ഫയൽ എടുത്ത് പഠിക്കേണ്ടത് ഈ സയൻസ് സബ്ജക്റ്റാണ്. എന്നിട്ട് അടുത്ത ടെസ്റ്റ് എടുത്തു, സയൻസിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. എന്നാൽ അതേസമയം ജോഗ്രഫി നിങ്ങൾ ബാക്കോട്ടേക്ക് പോയി. ജോഗ്രഫി അടുത്ത പ്രാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിപ്പം റാങ്ക് ഫയൽ ആണെങ്കിൽ റാങ്ക് ഫയൽ, ക്ലാസ് ആണെങ്കിൽ ക്ലാസ്, എന്നിട്ട് അത് നന്നായിട്ട് പഠിക്കുക, അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുക. ഇങ്ങനെയാണ് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എന്തിന് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നറിയാതെ പഠിച്ചു കഴിഞ്ഞാൽ പഠനം മാത്രമേ നമുക്ക് ബാക്കിയാവുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ടെസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, ടെസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വീഡിയോ സെഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ, ഏത് കോഴ്സിൽ എവിടെയാണ് വരുന്നത്, ടെസ്റ്റ് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കാര്യങ്ങൾ എങ്ങനെ കിട്ടും, അതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്, ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ പറയുന്ന ടെസ്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് എടുത്ത സമയത്ത് നിങ്ങൾ 2 സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ 2 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ ആ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്നത് ആ ഒരു ടെസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നോക്കുന്നത്. അങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി കിട്ടും. ഓക്കെ, നിങ്ങളുടെ കറണ്ട് ലെവൽ ഓഫ് പ്രിപ്പറേഷനിൽ വരുന്ന മാറ്റം, ആ ഒരു റാങ്കിലെ ഇമ്പ്രൂവ്മെൻറ്റ്, ആദ്യത്തെ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് താഴത്തേക്ക് പോകുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ടെസ്റ്റിൽ നിങ്ങൾക്ക് മാർക്കിലും റാങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, ഈ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റ് എടുത്തിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടെസ്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റോങ് ആയിട്ട് മാറിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അൺഅറ്റൻഡഡ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാതെ പോയ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ച് അവിടെ നിങ്ങൾക്കൊരു 3-4 മാർക്കിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ
അത് നിങ്ങളുടെ പ്രോഗ്രസ് റൈറ്റ് പാത്തിലാണ് എന്നുള്ളത് കാണിച്ചു തരും. അതുണ്ടെങ്കിൽ അത് മാത്രം മതി നിങ്ങൾക്ക് മോട്ടിവേഷൻ. ഇപ്പോഴത്തെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം, കൺസിസ്റ്റൻസി ഇല്ലാത്തതിൻ്റെ കാരണം, നിങ്ങൾ പഠിക്കുന്നത് റിസൾട്ട് ഉണ്ടാക്കുമോ, അത് ഫൈനലായിട്ട് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുമോ, ഇത് പഠിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ, ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരുമോ, ഇങ്ങനെ 100 ചോദ്യം നിങ്ങളുടെ ഇപ്പോൾ ലൈക്ക് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടന്നുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയാണ് 50%. ബാക്കി ആ 50% വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ അതേസമയം നിങ്ങളൊരു ടെസ്റ്റ് എടുത്ത് അതിൽ ഒരു ഭാഗം നിങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഇങ്ങനെ ചോദ്യം വരാം എന്നറിഞ്ഞിട്ട് നിങ്ങൾ പോയി പഠിക്കുമ്പം നിങ്ങൾ 100% കൊടുത്തിട്ടായിരിക്കും ആ ഭാഗം പഠിക്കുന്നത്. കാരണം അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ആ ഭാഗം നിങ്ങൾക്ക് തറവാവും. വീണ്ടും നിങ്ങൾ ടെസ്റ്റ് എടുക്കുമ്പോൾ വീണ്ടും ഒരു ഭാഗം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇങ്ങനെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർഫെക്ഷനിലേക്ക് വരുന്നത്. സെയിം മിസ്റ്റേക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസൾട്ട് ഉണ്ടാക്കില്ല. ഓക്കെ, അപ്പം ആ സെയിം മിസ്റ്റേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന PSCയുടെ ലൂപ്പിലേക്ക് വരുന്നത്. ആ ലൂപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മിസ്റ്റേക്കുകൾ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു ലൈവ് വെച്ച് ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പഠിക്കുന്ന ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠനത്തിന് എടുക്കുക, നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യെസ്, അതായത് IT-യുടെ സെക്ടർ ഇപ്പോൾ പോയി. ഇപ്പോൾ നിങ്ങൾ അതായത് ഒരു കാലത്ത് നിങ്ങൾ കുറച്ച് കാലം മുമ്പൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സിനിമയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ചെക്കൻ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഓക്കെ, അത് ഒരു ഹൈ ലെവൽ പ്രൊഫഷനായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ പറയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജോലിയില്ലാത്ത സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് ഓട്ടോമേഷനോടെ വരുന്ന സമയത്ത് ലൈക്ക് AI ഫീൽഡ് ആണെങ്കിൽ ഓക്കെ, അതല്ലാത്ത സോഫ്റ്റ്വെയറിൻ്റെ വേറെ ഏത് സെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം ഡൗൺ ആയിരിക്കും. കാരണം ഒരു ആപ്പ് ഇന്ന് AI തന്നെ കംപ്ലീറ്റ്ലി ആപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, വെബ്സൈറ്റ്, ആപ്പുകൾ, നിങ്ങൾക്ക് എന്ത് വേണോ AI ഇത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ലൈക്ക് ഈവൻ ഇപ്പോൾ വീഡിയോ, പോസ്റ്റേഴ്സ്, ഇമേജസ്, ലൈക്ക് എല്ലാത്തിനും AI ഉണ്ട്. ബട്ട് അതിൻ്റെ പർച്ചേസ്ഡ് വെർഷൻ എടുക്കണം, അത് വേറെ വിഷയം. പക്ഷേ AI സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ബാക്കിയുള്ള ഫീൽഡിനൊന്നും ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരു രൂപത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ AI-ലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ന്യൂറൽ സയൻസ് അങ്ങനെയൊക്കെ പഠിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അവർക്ക് പിന്നെയും അവിടെ ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നുണ്ട്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിട്ട് ഈ AI സിസ്റ്റത്തിന് അത് ഉപയോഗിക്കാനല്ലാതെ AI സിസ്റ്റത്തിൻ്റെ ന്യൂറൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഒരു ഡീറ്റെയിൽസ് അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ജോലി അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പം അത് നമ്മൾ കണ്ടു തന്നെ നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്യൂച്ചറിലേക്കാണ്, അതായത് ജോബിൻ്റെ കേസാണ് പറയുന്നത്, ജോലിയുടെ കേസിലേക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒരു തീരുമാനം എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സയൻസ് സബ്ജക്റ്റ് ഇപ്പോൾ നിങ്ങൾ പ്രിലിംസിൽ വരുന്ന ഭാഗം മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ള സയൻസ് സബ്ജക്റ്റ് നമുക്ക് മെയിൻസിൽ എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, എടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഓക്കെ, യെസ്. അതെ, ഇപ്പോഴുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ കോമൺ സിലബസ് ആണ് വരുന്നത്. ഓക്കെ, കോമൺ സിലബസ് തന്നെയാണ് വരുന്നത്. SI ആയിക്കോട്ടെ, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട്, അതായത് ഈ പറയുന്ന മെയ് ജൂലൈയിൽ നടക്കാൻ പോകുന്ന ഈ എല്ലാ എക്സാമുകൾക്കും കോമൺ ആയിട്ട് ഒരു പ്രിലിംസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ മെയിൻസ് സിലബസ് വരുന്നത്. ഓക്കെ, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് എവരി വൺ. ഓക്കെ, മാക്സിമം എല്ലാവരും പഠിക്കുക. നിങ്ങളുടെ ആ ഒരു മടിയോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കി വയ്ക്കുക. എന്നിട്ട് പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, നല്ല രൂപത്തിലേക്ക് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഓക്കെ, യെസ്. സോ എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന, അവർക്ക് ഏറ്റവും നല്ല ഒരു പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റട്ടെ. ഓക്കെ, യെസ്. താങ്ക് യു എവരി വൺ.